നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഏകദേശം ഒരു 36 മണിക്കൂറോടുകൂടി പരസ്യ പ്രചരണം പാലക്കാട് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ വോട്ടെടുപ്പിലേക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുക. പിന്നീട് ഒരു 48 മണിക്കൂറുകൾ കൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട്ടെ വോട്ടർമാർ എത്തിത്തുടങ്ങും. കാരണം ആദ്യം പാലക്കാട് പ്രചരണം ആരംഭിച്ച സമയത്ത് BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരമെങ്കിൽ ഈ അവസാന ലാപ്പിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കോൺഗ്രസും CPMും തമ്മിൽ തന്നെ നേരിട്ടുള്ള ഒരു മത്സരത്തിനാണ് ഇപ്പോൾ വേദി ഒരുങ്ങിയിരിക്കുന്നത്. എനിക്കൊന്നു BJPയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഭയങ്കരമായ ഒരു ഭയത്തിൽ ആണ് ഇപ്പോഴുള്ളത്. കാരണം അതുകൊണ്ട് തന്നെയാണ് RSSന്റെ പല പ്രമുഖ നേതാക്കന്മാർക്കും പാലക്കാട് വന്ന് തമ്പടിച്ച് പ്രവർത്തനങ്ങളെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുക. കാരണം C. കൃഷ്ണകുമാർ എന്ന് പറയുന്നത് RSSന് ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സന്ദീപ് വാര്യർ ഇന്നലെ BJP പാളയം വിട്ട് കോൺഗ്രസിൽ എത്തിച്ചേരുകയും ഇന്ന് കുറേ അധികം നേതാക്കന്മാർ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ ഉൾപ്പെടെ മറ്റു പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന ഒരു നമ്മൾ ഇന്നലെയും ചർച്ചയിൽ പറഞ്ഞു പോയതാണ്, മുൻ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള CK പത്മനാഭൻ രാജിവെച്ച് BJPയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് നീങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയോ വലിയ വിസ്ഫോടനങ്ങളാണ് BJPയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പോൾ ഈ പാലക്കാട് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം BJP 3ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ള കാര്യം ഒരാളും പ്രതീക്ഷിച്ചിട്ടുള്ള, പക്ഷേ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം അങ്ങനെയാണ്. കാരണം K. സുരേന്ദ്രനൊക്കെ ഏകദേശം കളം വിട്ടമട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്നുമൊക്കെ നമുക്കറിയാൻ സാധിക്കും പാലക്കാട് കൈവിട്ടു പോയി എന്ന രീതിയിൽ തന്നെയാണ്. കാരണം അവിടെ BJPക്ക് വിജയപ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സീറ്റാണ് ഈ K. സുരേന്ദ്രനും അതോടൊപ്പം തന്നെ അവരുടെ കേന്ദ്ര പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറും കൂടി നശിപ്പിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇനി ഒരു പ്രവചനത്തിൻ്റെ ആവശ്യമില്ല, വളരെയേറെ മുന്നിലെത്തിക്കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഈ പാലക്കാട്ടെ ഈ ഒരു രാഷ്ട്രീയമായ തിരിച്ചടി, BJPക്ക് ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടി BJPയുടെ കേരള രാഷ്ട്രീയത്തിൽ അത് പ്രതിഫലിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ BJPയുടെ മുൻപോട്ടുള്ള ഒരു പോക്ക് കേരളത്തിൽ, അല്ലെങ്കിൽ K. സുരേന്ദ്രൻ്റെ മുൻപോട്ടുള്ള രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പം BJP നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരിക്കും പാലക്കാട്ടെ കുറിച്ച് പറയാനുള്ളത്? ഈ പാലക്കാട് നമ്മൾ നോക്കുന്ന സമയത്ത്, നമുക്ക് ഓൾറൗണ്ട് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് കോൺഗ്രസ് ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് പാലക്കാട് എത്തുന്നത്. അപ്പോൾ മറ്റ് എല്ലാ പാർട്ടികളും വലിയ ആഹ്ലാദത്തിലായിരുന്നു. BJP ഒക്കെ വലിയ സന്തോഷിച്ചു. കാരണം കഴിഞ്ഞ തവണയും അതിന് മുന്നേ തവണയൊക്കെ 3ാം സ്ഥാനത്തായിരുന്ന CPM ഇത്തവണ വലിയ രീതിയിൽ തിരിച്ചടി നേരിടും എന്നുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു ആദ്യഘട്ടത്തിൽ. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവൊക്കെ ആയിരുന്ന സരിൻ കോൺഗ്രസിനോട് കലഹിച്ച് ഒറ്റ ദിവസം കൊണ്ട് CPMൻ്റെ പാളയത്തിലെത്തുകയും LDFൻ്റെ സ്ഥാനാർത്ഥിയാവുകയൊക്കെ ചെയ്യുന്ന ചിത്രമാണ് അവിടെ ഉണ്ടായത്. ഇതേ സമയത്ത് എന്തായാലും സംഭവം C. കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് തർക്കം കാരണമാണ് അവിടെ പ്രഖ്യാപിക്കാൻ പറ്റാത്ത പോയത്. കാരണം അവിടെ K. സുരേന്ദ്രൻ മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗവും, അതല്ല ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗവും, ശോഭാ സുരേന്ദ്രന് പാലക്കാടേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഹോർഡിങ്സ് ഒക്കെ ഉയരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ കൃഷ്ണദാസ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന് കാണുമ്പം എന്താണ് കൃഷ്ണദാസിനുണ്ടായിരുന്ന പ്രത്യേകത? കൃഷ്ണദാസിന് അവിടുത്തെ ഉണ്ടായ പ്രത്യേകത എന്ന് പറയുന്നത് RSSുമായിട്ട് അദ്ദേഹത്തിനുള്ള ഏറ്റവും നല്ല ബന്ധം, RSSലൂടെ BJPയിലെത്തിയ ഒരു നേതാവ് എന്നുള്ള രീതിയിലുള്ളൊരു ബന്ധം. രണ്ടാമത് ഈ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന K. സുരേന്ദ്രൻ്റെ വലങ്കൈ. ഇതായിരുന്നു 2 ക്വാളിറ്റി ആയിരുന്നു അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 5 മാസം മുന്നേ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാലക്കാട് VK ശ്രീകണ്ഠനെ നേരിട്ട BJP സ്ഥാനാർത്ഥിയായിരുന്നു. 5 മാസം കൊണ്ട് വീണ്ടും അദ്ദേഹം അവിടെ പാലക്കാട് വീണ്ടും ഈ അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരുന്നതിന് ഒരു വലിയ വിഭാഗം അവിടെ ശക്തമായി എതിർത്തിരുന്നു എന്ന് കാണാം. അപ്പം ശോഭാ സുരേന്ദ്രനെ അനുകൂലിച്ചിരുന്ന ആളുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ശോഭാ സുരേന്ദ്രൻ ആദ്യഘട്ടത്തിൽ അവിടെ പോവാതിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴും സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ മുൻ BJPയുടെ വക്താവ് കൂടിയായ അവിടുത്തെ ഒരു പ്രമുഖനായ നേതാവ് ഈ C. കൃഷ്ണകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നു.
ഇത് ഒരു ചെറിയൊരു പിണക്കമായിരിക്കും എന്നൊക്കെ കരുതിയിരുന്നത് പിന്നീട് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്നും ഏതാണ്ട് വിട്ടുപോകും എന്നുള്ളൊരു അവസ്ഥ വരെ എത്തുന്നു. ഈ സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് CPM നേതാവായിരുന്ന AK ബാലൻ വലിയ ചാക്കുമായി അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കൽ കാവൽ നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടത്. പിന്നീട് MP രാജേഷും ഇദ്ദേഹത്തെ പാർട്ടിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയ നിലപാട് പെട്ടെന്ന് സ്വീകരിക്കുമെന്നും അദ്ദേഹം വലിയ വളരെ വ്യക്തിത്വമുള്ള ഒരു നേതാവാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ ഇവർ അഴിച്ചുവിടുകയും ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് തുടക്കത്തിൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി എന്നുള്ള വാർത്തയും കോൺഗ്രസ് വലിയ രീതിയിൽ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള മാധ്യമ വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരുന്ന പാലക്കാട് പിന്നീട് ചിത്രം മാറി മറിയുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തെ പെടുത്താൻ വേണ്ടിയിട്ട് നീല ട്രോളി ബാഗ് വിഷയം വന്നു. അതിൽ CPM-ഉം BJP നേതാക്കന്മാരും ഒരേപോലെ കൈകൊടുക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതെല്ലാം ചിത്രം മാറി മറിയുന്നു. അവസാന ലാപ്പിലെത്തുമ്പോഴേക്ക് സന്ദീപ് വാര്യർ വളരെ കൃത്യമായി രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചു. അദ്ദേഹം കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുന്നു. ഇതോടുകൂടി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ BJP-യിൽ യഥാർത്ഥത്തിൽ വലിയ അങ്കലാപ്പലുണ്ടാക്കി എന്നുള്ളതാണ്. BJP ക്യാമ്പുകൾ ആകെ നിശബ്ദരാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പം സന്ദീപ് വാര്യർ ആരുമല്ലെന്നും സന്ദീപ് വാര്യരുടെ പോക്ക് കുറച്ചുകൂടി പാർട്ടി കുടും ചെയ്യുന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇന്നലത്തെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുണ്ടായി. യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥിക്ക് അറിയാം അവിടെ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നും അത് അദ്ദേഹത്തിനും കൂടി രാഷ്ട്രീയ ഭാവിക്ക് പോലും വലിയ ആഘാതമാണ് എന്നൊക്കെ കൃത്യമായി അറിയാവുന്ന കൃഷ്ണദാസ് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ സന്ദീപ് വാര്യരെ തീർത്തും അവഗണിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ ഒരു നേരത്തെ CB പറഞ്ഞതുപോലെ വിജയിച്ച് കയറാൻ വളരെ സാധ്യതയുണ്ടായിരുന്ന BJP-ക്ക് ഏറ്റവും കൂടുതൽ വലിയ ജനപിന്തുണയും വോട്ടും ഒക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് എത്തിയ വൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ല കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം മെട്രോമാൻ ശ്രീധരനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ കുറെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നിഷ്പക്ഷരായ കുറെ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല വലിയ വികസന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഒരു സ്വീകാര്യതയൊക്കെ ഈ മെട്രോമാൻ ഉണ്ടായിരുന്നു. അത്രയൊന്നും സ്വീകാര്യതയുള്ള ഒരാളല്ല C. കൃഷ്ണകുമാർ. അദ്ദേഹത്തിന് RSS-നുമായിട്ട് ബന്ധമുണ്ടെന്നും അല്ലെങ്കിൽ ഈ BJP-യുടെ സംസ്ഥാന നേതാവായ K. സുരേന്ദ്രനുമായിട്ട് മനസാക്ഷി സൂക്ഷിപ്പുകാരനാണെന്നൊക്കെ പറഞ്ഞാലും ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ സംഭവമൊന്നും അവിടെ ഇല്ല. എങ്കിലും വിജയിച്ച് കയറാം ആയിരുന്നു എന്ന ഒരു കാലാവസ്ഥയിൽ നിന്നും ഇപ്പോൾ ഈ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ കിട്ടിയ എൻ്റെ വോട്ടിൻ്റെ പകുതിയോളം വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ളൊരു ആശങ്ക BJP പാളയത്തിൽ ഉണ്ടായിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് RSS-ന്റെ പല പ്രമുഖരായ നേതാക്കന്മാരും ഇപ്പോൾ പാലക്കാട് തമ്പടിക്കുകയും അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ കൃത്യമായി ഉറപ്പിക്കാനും അത് ഒരു കാരണവശാലും മറുപക്ഷത്തേക്ക് പോകാതിരിക്കാനും വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ മണിക്കൂറുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീടാന്തരം സ്ക്വാഡ് വർക്ക് ചെയ്യുന്നു RSS. BJP-യുടെ നേതാക്കന്മാരുടെ ഈ പല കൊള്ളരുതായ്മ കാരണം ഈ പാലക്കാട് സീറ്റിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ അത് RSS-നെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അവർ ഈ പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് ഏകോപിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അവർ സാധാരണ നമുക്കറിയാം ഇലക്ഷനിൽ പരസ്യപ്രചാരണത്തിന് അവർ നിൽക്കാറില്ല. പക്ഷേ ഇത്തവണ RSS ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്നലെ തൊട്ടിട്ട് അവർ സന്ദീപ് വാര്യർ ഫാക്ട് ഒരിക്കലും പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവരുത്, അങ്ങനെ ഉണ്ടായാൽ അത് പാലക്കാടിൽ പാലക്കാട് വലിയ സാധ്യത ഉണ്ടായിരുന്ന സ്ഥലത്ത് തിരിച്ചടി ഉണ്ടാവുന്നു. പിന്നീട് ഒരിക്കൽ പോലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പാലക്കാടിലെ പാർട്ടിയുടെ വളർച്ച മുരടിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ഈ ഇത്തരം നീക്കം നടത്തുന്നത്. അല്ല, എനിക്ക് തോന്നി പാലക്കാട് കാരണം കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം എന്ന് പറയുന്നത് BJP-യുടെ സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. കാരണം പ്രകാശ് ജാവ്ദേക്കർ അത്ര വലിയ പ്രാധാന്യമൊന്നും സന്ദീപ് വാര്യരുടെ BJP-യുടെ ഇല്ല എന്ന് പറയുമ്പോഴും ഇത് സത്യത്തിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് വളരെ വലിയൊരു ചർച്ചയാണ്. കാരണം BJP-യിൽ തന്നെ K. സുരേന്ദ്രനോട് എതിർപ്പുള്ള ഒരു വലിയ വിഭാഗം പല സ്ഥലങ്ങളിലും, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനോട് എതിർപ്പുള്ള ആ ആശയത്തോട് യോജിക്കാൻ സാധിക്കാത്ത ഒരുപാട് BJP പ്രവർത്തകർ തീർച്ചയായിട്ടും ഈ സന്ദീപ് വാര്യരുടെ പാത സ്വീകരിക്കുവാനുള്ള സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ തടയിടുവാൻ വേണ്ടിയിട്ട് BJP-യുടെ ദേശീയ നേതൃത്വം എന്ത് തീരുമാനം എടുക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. കാരണം സുരേഷ് ഗോപി ഇവിടെ സ്ഥലത്തില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. കാരണം ഈ സാഹചര്യങ്ങളെയൊക്കെ ഏത് നിലയിൽ കൈകാര്യം ചെയ്യുന്നു. കാരണം സുരേഷ് ഗോപി എന്നൊരു പൊളിറ്റീഷ്യൻ പോലും അല്ല അദ്ദേഹം. കാരണം ഇവിടെ ഇപ്പോൾ BJP പുതിയതായിട്ട്
ആരെ കൊണ്ടുവരും BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഭാവിയിലേക്കുള്ള BJPയുടെ യാത്ര എന്ന് പറയുന്നത്. കാരണം ഇത് നിസ്സാരവൽക്കരിച്ച് കളയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം ഈ പാർട്ടിക്കകത്ത്, കാരണം സന്ദീപ് വാര്യർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇത് വെറും സാമ്പിൾ മാത്രമാണ്, ഇത് ട്രയൽ മാത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം BJPയുടെയും CPMന്റെയും ബാന്ധവത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എങ്കിലും ഇന്നും നാളെയും എത്ര പൊതുയോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കുമെന്നും ആ പൊതുയോഗങ്ങളിലൊക്കെ അദ്ദേഹം ഉന്നയിക്കുവാൻ പോകുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അത് സംസ്ഥാന തലത്തിൽ തന്നെ BJPയെ പിടിച്ചു കുലുക്കുന്ന രീതിയിലായിരിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിൽ മറ്റൊരു സാധനം കാണേണ്ട സിബി, നമ്മൾ ഈ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ആരാണ്? RSS അല്ല, BJP ആണ്. അപ്പൊ BJPക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും പാലക്കാട് ഈ നഗരസഭയുടെ ഭരണം നഷ്ടത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കേട്ട വിവരം ശരിയാണെങ്കിൽ 5ഓളം കൗൺസിലർമാർ BJP പാളയം വിട്ട് കോൺഗ്രസിലേക്ക് ചേരുമെന്നാണ്. ഇന്നോ നാളെയോ ചിലപ്പോൾ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പറയാം. അത്തരത്തിലുള്ള ചർച്ചകൾ അവിടെ നടന്നു നോക്കുകയാണ്. അദ്ദേഹം ഈ കൃഷ്ണകുമാറിലെ ചില അഭിപ്രായ ഭിന്നതകൾ കാരണം അവിടെ ചില ആളുകൾ കുറച്ച് കാലമായിട്ട് BJPയുടെ സജീവ രാഷ്ട്രീയത്തിൽ മാറി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരും ചിലപ്പോൾ സന്ദീപ് വാര്യരുടെ പാത സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിലെത്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ നീക്കം, അതായത് ഈ തുടക്കത്തിൽ ഉണ്ടായ തിരിച്ചടികളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായ രാഷ്ട്രീയ ചടുലത എന്ന് പറയുന്നത്, ഈ നമ്മൾ നോക്കൂ, സന്ദീപ് വാര്യരെ ഈ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് നേതാക്കന്മാർ നടത്തിയ ചർച്ച ഒരു കാരണവശാലും ചോർന്നില്ല നമ്മൾ കാണുന്നത്. നേരത്തെ ആക്കണമെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും ഒരു ആലോചന നടക്കുമെന്ന് തന്നെ വലിയ വിഷയങ്ങളായി മാറും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കൃത്യതയോടുകൂടിയുള്ള ഒരു പൊളിറ്റിക്കൽ നീക്കം നടത്താൻ വേണ്ടി ഈ പാലക്കാട് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ വലിയ വിജയം ഉണ്ടാവും തന്നെ നമ്മളിൽ കാണേണ്ടതുണ്ട്. അല്ല, ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം ആദ്യം മുതൽ തന്നെ മാധ്യമങ്ങൾ ഒരു അജണ്ട അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. കാരണം ഇവർ PR വെച്ചിട്ട് വലിയൊരു മാധ്യമ അജണ്ട അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കോൺഗ്രസിനെതിരായിട്ടുള്ള വാർത്തകൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ പുറത്തേക്ക് പോകുന്നു അവർക്കൊക്കെ വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ പ്രത്യേകിച്ച് തലമുട്ടയടിച്ച ഒരാളുടെ ചാനൽ പ്രത്യേകിച്ച് അവിടെ പോയിട്ട് ഇത് തന്നെയായിരുന്നു. ആരെങ്കിലും ഒക്കെ രാജിവെക്കേണ്ട, കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നോ, കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വളരെ വലിയ ഒരു ബൂത്ത് കമ്മിറ്റിന്റെ സെക്രട്ടറി. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നൊക്കെയാണ് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് സന്ദീപ് വാര്യർ ഇന്നലെ മറ്റേ BJP വിട്ടിട്ട് കോൺഗ്രസിൽ ചേരുന്നു. മൊത്തത്തിൽ പാലക്കാടിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറിപ്പോയി എന്ന് പറയുന്നത്. കാരണം BJP 2ാം സ്ഥാനം അല്ലെങ്കിൽ ഒരുപക്ഷെ വിജയിച്ചേക്കാം എന്ന് തന്നെ കരുതിയിരുന്ന ഒരു സ്ഥലത്ത് ആണ് BJP 3ാം സ്ഥാനത്തേക്ക് പോകുന്നത്. അത് മനസ്സിലാക്കുക. കാരണം സന്ദീപ് വാര്യർ ഒരു പാർട്ടിക്കകത്ത് നമ്മൾ പറയുമ്പോൾ എല്ലാ വ്യക്തികളും ഇമ്പോർട്ടൻസ് ആണ്, എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവൻ രാഷ്ട്രീയക്കാരൻ അല്ല എന്നല്ല. അതെ, നേരത്തെ ഇപ്പം സിബി പറഞ്ഞല്ലോ, ഈ പ്രകാശ് ജാവ്ദേക്കർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ആളാണ്. അദ്ദേഹം എന്താണ് വേണ്ടത്? ഇത്തരത്തിൽ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ കൃത്യമായി സംസാരിക്കാനും പൊളിറ്റിക്കലി അത് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് കൃത്യമായി ഉറപ്പ് നൽകാൻ വേണ്ടി തയ്യാറാവുകയല്ലേ വേണ്ടത്. അദ്ദേഹം അല്ലാതെ സന്ദീപ് വാര്യരെ കുറിച്ച് അദ്ദേഹത്തിന് എന്തറിയാം? സുരേന്ദ്രൻ പറയുന്നത് കേട്ടിട്ട് മാത്രം അഭിപ്രായം പറയാൻ പാടുണ്ടോ? ഗ്രൗണ്ടിൽ റിയാലിറ്റി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് പകരം സുരേന്ദ്രൻ പറയുന്നത് ഏറ്റുപറയുന്ന ഒരു പ്രഭാരിയായി പ്രകാശ് ജാവ്ദേക്കർ മാറി എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ BJPന്റെ ഇന്നത്തെ ഈ ദുരന്തത്തിന് കാരണം. അതുകൊണ്ട് RSSന്റെ നേതാക്കന്മാർക്ക് വളരെ കൃത്യമായി അറിയാവുന്നു ഇവിടെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത്. ഇപ്പം ജയേട്ടനൊക്കെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹം സന്ദീപിന്റെ വീട്ടിലെത്തിയിരുന്നു, കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ BJP നേതൃത്വത്തിന്റെ ഇടയ്ക്ക് നിന്ന് അങ്ങനത്തെ ഒരു നീക്കം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, സന്ദീപ് വാര്യർ പാർട്ടി വിട്ടേക്കുന്നുള്ള വാർത്ത വന്നപ്പോൾ അതിന് ആദ്യം ഉണ്ടായ പ്രതികരണം എന്താണ്? പാർട്ടി വിടുകയാണെങ്കിൽ വിടട്ടെ എന്നാണ് സുരേന്ദ്രൻ. അപ്പോൾ എന്താ അർത്ഥം നമ്മളിൽ മനസ്സിലാക്കേണ്ടത്? സന്ദീപ് വാര്യരെ ഇവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാതെ, അത് ഇന്നലെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കുഴൽപ്പണ കൊണ്ടുവന്ന സംഭവങ്ങളിൽ അദ്ദേഹത്തിന്റെ കോൾ ലിസ്റ്റിൽ ഞാനില്ല, ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ ഞാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ഞാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് അവരെന്നെ എതിർക്കുന്നതെന്ന് പറഞ്ഞത്. ഇത് ഈ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ആളുകളും പണം ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല. പ്രത്യേകിച്ചിട്ടും RSSലും BJPയിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം സ്വയം സേവകരായി നിൽക്കുന്നത് ഒരു സ്ഥാനമാനങ്ങളോ പണമോ ഒന്നും ആഗ്രഹിച്ചില്ല, സ്വയം അർപ്പിച്ച ജീവിതം നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
ഇത്തരത്തിലുള്ള ആളുകളെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഈ സുരേന്ദ്രനും അതുപോലെ തന്നെ അവിടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയൊക്കെ ചെയ്യുന്നെന്നുള്ള തിരിച്ചറിയുമ്പോഴാണ് ആളുകൾക്ക് ഇവരോട് വലിയ വിയോജിപ്പ് പക്ഷേ തോന്നുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ പറയാതെ പോകാൻ വയ്യ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഈ ചടുലമായ ഒരു നീക്കം, ഈ നീക്കത്തിന് ശരിക്കും പറഞ്ഞാൽ നേതൃത്വം വഹിച്ചത് ബെന്നി ബെഹനാനാണ്. ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലൊക്കെ ആ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെ ചടുലമായ ഒരുപാട് നീക്കങ്ങൾ നടത്തിയിട്ടുള്ള ഒരു നേതാവാണ് ബെന്നി ബെഹനാൻ എന്ന് പറയുന്നത്. കാരണം ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഒരു കോൺഗ്രസിനകത്ത് ഒരു രാഷ്ട്രീയ ചാണക്യൻ തന്നെയാണ് ഈ ബെന്നി ബെഹനാൻ. അതോടൊപ്പം തന്നെ ഈ കെ ബാബു, ഈ രമേശ് ചെന്നിത്തല എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിപ്പോൾ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കെ സുധാകരനുമായിട്ടും വി ഡി സതീശനുമായിട്ടും ബെന്നി ബെഹനാൻ കൃത്യമായ ഒരു കോർഡിനേഷൻ നടത്തുകയും അത് സക്സസിൽ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം അതിനു വേണ്ടിയിട്ട് അതായത് ഈ സന്ദീപ് വാര്യരുടെ അമ്മ അധ്യാപികയായിരുന്നു. അവർ മറ്റേ അംഗമായിരുന്ന അസോസിയേഷന്റെ ഭാരവാഹിയെ കൃത്യമായിട്ടുള്ള ചട്ടുലമായ ഒരു നീക്കം എന്ന് പറയുന്നത് അതൊരു ടീം വർക്കായിട്ട്, അത് കോൺഗ്രസിന്റെ ഒരു കഴിവായിട്ട് തന്നെ നമ്മൾ പറയേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് ഞാൻ പറയാനുള്ള കാരണം. സാധാരണ നിലയിൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്ന സമയത്ത് അത് പൊളിക്കാൻ വേണ്ടി കോൺഗ്രസിലുള്ള ആളുകൾ തന്നെ ഇറങ്ങുക എന്നുള്ളതാണ്. ഒരിക്കൽ പോലും ഈ മടലിന്റെ അതിനകത്ത് എനിക്ക് ഒരു വിയോജിപ്പ് എന്ന് വെച്ചാൽ കെ മുരളീധരൻ ആദ്യ സമയങ്ങളിലൊക്കെ എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം അതുമായിട്ട് സമരസപ്പെട്ടു. ഇല്ല, സമരസപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറയുക, കെ മുരളീധരൻ യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് ഒട്ടും ദഹിച്ചിട്ടില്ല എന്ന് നമ്മളിൽ കാണേണ്ട. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അത് വളരെ വ്യക്തമാണ്. പക്ഷേ അദ്ദേഹത്തിന് കോൺഗ്രസ് സ്വീകാര്യത ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. മാത്രമല്ല, കെ മുരളീധരൻ മാത്രമാണ് ഈ സന്ദീപിന്റെ വരവിനെ എതിർത്തിരിക്കുന്നത്. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കെ മുരളീധരന് തന്നെയാണ് അത് പറയേണ്ടതെന്നുള്ളതാണ്. കെ മുരളീധരൻ അങ്ങനെ വളരെ സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം എന്ന് തന്നെ വിചാരിക്കുന്നു. അതേ പോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട വേറൊരു സംഭവം കൂടിയുണ്ട് സിബി. നമ്മൾ അതും കൂടി ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. കാരണം സന്ദീപ് വാര്യരെ യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും ചുവപ്പ് ഓടിപ്പിക്കാനൊക്കെ വലിയൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് നടന്നില്ല. നടക്കാത്തതിൻ്റെ വലിയ ബുദ്ധിമുട്ട് എം പി രാജേഷും അതുപോലെ തന്നെ എ കെ ബാലനും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ഈ വലിയ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് നമ്മുടെ ഇതിൽ കാണേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ എന്താ കാണേണ്ടത്? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ യഥാർത്ഥത്തിൽ കാണേണ്ടത് എന്താണ്? സന്ദീപ് സംഘപരിവാർ ശക്തികളിൽ നിന്നും മോചനം നേടി അദ്ദേഹം കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ നമ്മൾ എതിർക്കുന്നത് ഈ സംഘപരിവാർ ശക്തികളെയാണെന്നും അതുകൊണ്ട് BJP വിട്ട് കോൺഗ്രസിലാണെങ്കിൽ പോലും കോൺഗ്രസ് ചേർന്നത് നല്ല രാഷ്ട്രീയ തീരുമാനമാണെന്ന് പറയുന്നതിന് പകരം എം പി രാജേഷും അതുപോലെ തന്നെ AK ബാലനും ഒക്കെ ചേർന്ന് എന്താ പറയുന്നത്? അദ്ദേഹത്തിന് ഇത്രയും വലിയ വർഗീയത്തിന്റെ കൂടാരമായി ഇദ്ദേഹത്തെ എടുത്ത് അണിയുന്നു കോൺഗ്രസ് എന്താണ്? അല്ല, ഇത് വേറൊരു കാര്യമുണ്ട്. കാരണം എന്തുകൊണ്ട് സന്ദീപ് വാര്യർ CPM ചേർന്നില്ല എന്നൊരു ചോദ്യം മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പക്ഷെ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. RSSുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപേക്ഷിക്കുകയാണ്. അതിനകത്ത് നമ്മൾ വായിച്ചെടുക്കേണ്ട മറ്റൊരു കാര്യം കൂടി. അല്ല, അത് അന്തർധാര വളരെ സജീവമായിരുന്നു എന്നുള്ളത് പുള്ളി തന്നെ പറയുന്നുണ്ട്. കാരണം കെ സുരേന്ദ്രനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലൊക്കെയുള്ള ബന്ധം വളരെ ദൃഢമാണെന്നും അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ പോകേണ്ട കാര്യമില്ല. ഈ ബന്ധത്തെയാണ് ഇദ്ദേഹത്തെ എതിർത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പലതരത്തിൽ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ CPMന്റെ നേതാക്കന്മാർക്ക് പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, തിരിച്ചും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഈ രാഷ്ട്രീയ നിലപാടിനെ ഞാൻ എതിർക്കുന്ന സന്ദീപ് വാര്യർ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ബന്ധമുള്ള ആൾക്ക് എങ്ങനെയാണ് പിന്നെ CPMലേക്ക് പോകാൻ പറ്റുക? ഒരിക്കലും പോകാൻ പറ്റില്ല. മാത്രമല്ല CPMന്റെ പ്രസക്തിയെക്കുറിച്ച് തന്നെ അദ്ദേഹത്തിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ ഇപ്പം അദ്ദേഹം പറഞ്ഞെന്താണ്, സ്നേഹത്തിന്റെ കട തുറന്നു എന്നാണ് പറഞ്ഞത്. CPMൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ BJP പോലെ തന്നെയുള്ള മറ്റൊരു സംഘടനയാണ് CPM. കഴിയുന്നതോട് EP ജയരാജൻ എവിടെയാണ് കട തുറക്കുന്ന കാര്യത്തെ കുറിച്ച് EP ജയരാജൻ ചിലപ്പോൾ കട തുറക്കുമായിരിക്കും. അപ്പൊ കട തുറക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തുറക്കേണ്ടതായിരുന്നു. അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഇതിൽ കാണുന്നത് പാലക്കാട് ഈ തുടങ്ങുന്ന ഇലക്ഷൻ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥയേ അല്ല, പുതിയ കാലാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ വലിയ മാറ്റങ്ങളിലേക്ക് വലിയൊരു കൊടുങ്കാറ്റായി പാലക്കാട് മാറിയിരിക്കുന്നു. ഇപ്പം പാലക്കാട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ തന്നെ പറയുന്നത് UDFന്റെ മണ്ഡലമാണ്. CPMന് അവിടെ 3ാം സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത്തവണയോ അങ്ങനെ ആയി എന്നൊക്കെ വേണമെങ്കിൽ ഇവർക്ക് ന്യായീകരിക്കാമെങ്കിൽ പോലും CPMന്റെ ഇത്തവണത്തെ നീക്കം യഥാർത്ഥത്തിൽ അവർക്ക് വലിയ തിരിച്ചടിയാവും എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് വാര്യരുടെ ഈ BJPയിൽ നിന്നുള്ള ഒഴിഞ്ഞുപോക്കും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇവർക്ക് പറ്റിയ പാളിച്ചയും എല്ലാം
അതിൽ ശോഭാ സുരേന്ദ്രൻ ഫാക്ടർ ഉണ്ട്, അങ്ങനെ പല ഫാക്ടറുണ്ട്. ഇതെല്ലാം വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. ഏതൊക്കെയാലും പാലക്കാട് വിജയപ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന BJP-യെ സംബന്ധിച്ചിട്ട് അമ്പെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. BJP-യുടെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ്. ഇനി RSS അവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്നത് കാണേണ്ടത്. തൽക്കാലത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.